ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ബ്രദർ പറഞ്ഞു, ഒരു സ്വർഗസ്ഥനായ പിതാവ് നമ്മൾ മനസ്സിരുത്തി അതിനെ ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ത്യ രാജ്യം മുഴുവൻ യേശുവിനെ അറിയും എന്നൊരു ഒരു കാര്യം ബ്രദർ പറഞ്ഞത് അതിൻ്റെ മനസ്സിനെ ആഴമായിട്ടങ്ങ് സ്പർശിച്ചു. പിന്നെ ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു സ്വർഗസ്ഥനായ പിതാവ് പല വിചാരത്തോട് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുമെന്ന് വൈദികരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഇന്നത്തെ ഇതിലെനിക്ക് ഒന്നുകൂടെ ബോധ്യപ്പെട്ടു. അതുപോലെ തന്നെ ബ്രദറിൻ്റെ ധ്യാനം ഞാൻ 22 വർഷം മുമ്പ് ഞാൻ ഡിവൈന് വെച്ച് കൂടിയിട്ടുണ്ട്. അന്ന് ഈ ധ്യാനത്തിൻ്റെ രീതിയും ലൈനുകളൊന്നും ഇങ്ങനെയല്ലായിരുന്നു. അന്ന് ബ്രദർ ആന്തരിക സൗഖ്യ ധ്യാനം നടത്തിക്കൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ ഞാനിന്നും ഓർക്കുന്നു, ബ്രദർ അന്ന് എന്നിൽ ക്രിസ്തു നിന്നിൽ ക്രിസ്തു എല്ലാ ജാതി മതസ്ഥരിലും യേശു ക്രിസ്തു വാഴുന്നു, അതാണ് സ്വർഗരാജ്യം, അതാണ് ദൈവരാജ്യം. അതൊക്കെ അന്ന് ആ ക്ലാസ്സുകളിൽ ഈ ബ്രദർ പറഞ്ഞ് അന്ന് ക്ലാസ് എടുക്കുന്നതൊക്കെ ഞാൻ ഒരുപാട് ഓർക്കുന്നു. ഇന്ന് പിന്നെ ഇവിടെ ഇന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാനും അതിനെപ്പറ്റി ധ്യാനിക്കാനും ചിന്തിക്കാനും. നമ്മൾ സാധാരണ വചനം വായിക്കുന്ന വെറുതെ പുസ്തകം വായിക്കുന്നത് വായിച്ചു പോകുന്നു. പക്ഷേ അപ്പോൾ മരിച്ച ലാസറിനെ ഉയർപ്പിച്ച കാര്യം, അത് യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ കാര്യമാണ് ദൈവം അവിടെ വെളിപ്പെടുത്തുന്നത്. അവിടെ മുൻകൂട്ടി നടന്നുള്ള ആർക്കും മനസ്സിലാകുന്നില്ല. അത് ഈ ബ്രദർ കൂടിയാണ് നമുക്കിപ്പോൾ അങ്ങനെ ഒരുപാട് അത്തിവൃക്ഷത്തിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ബ്രദർ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ആ വെളിപ്പെടുത്തലുകൾ ഈ കാലഘട്ടത്തിൽ ലോകത്തിന് മുഴുവൻ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ബ്രദർ കൂടി ചെയ്യുന്ന ഈ കാര്യങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട സീർക്കാമട്ടായച്ചൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്നതിനെ ഓർത്ത് ആയിരം നന്ദി പറഞ്ഞ് യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം.